ഹായ് ഫ്രണ്ട്സ്, ബഡിമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് ഉണ്ടമുല്ലയാണ് കേട്ടോ ചെയ്യണത്. ഉണ്ടമുല്ല, കട്ടമുല്ല എന്നൊക്കെ പറയണത്. ഇതുപോലെ രണ്ട് ഇത് വരണ മുല്ലപ്പൂക്കളാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 0.8 mm ഫോം ഷീറ്റുകളാണ് യൂസ് ചെയ്യണത്. ഇതുപോലെ 3.5 സെൻറ്റിമീറ്ററിൽ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടർ വന്നിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യണത്. ഈ ഷേപ്പ് 5 പെറ്റൽസിൻ്റെ ഇതാണ് കട്ടറാണ് യൂസ് ചെയ്യണത്. ഇതുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും പെറ്റൽസിൻ്റെ ഈ ഹോൾസ് വരണ എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ഈ ഷീറ്റ് ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പെറ്റൽസ് ഇതുപോലെ നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് പെറ്റൽസുകൾ കട്ട് ചെയ്തെടുക്കാം. അടുത്തത് കട്ട് ചെയ്യുമ്പോഴായാലും ഒരുപാട് അങ്ങനെ അകത്തി വെച്ച് പോകാതെ ഏറ്റവും അടുപ്പിച്ച് ഈ ഹോള് ഇപ്പോൾ കണ്ടോ, മുൻപ് കട്ട് ചെയ്ത ഫ്ലവറിൻ്റെ ആ ഒരു ഹോള് വരാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കുക, കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ പെറ്റലുകളായിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ പെറ്റൽസാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഇനി ഈ പെറ്റൽസ് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. നമ്മൾ പെറ്റൽസ് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇതുപോലെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ അയൺ ബോക്സിൽ വെച്ച് ചൂടാക്കി വരുമ്പോൾ കിട്ടുക. ഇതിനെ നമുക്ക് ആ ചൂടോട് കൂടി തന്നെ ഇതുപോലെ മുട്ടുകളാക്കിയും എടുക്കാം, ഇങ്ങനെ മുട്ടാക്കിയും എടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയൺ ബോക്സ് കുത്തി വെച്ചിട്ടുണ്ട്. അയൺ ബോക്സ് ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പെറ്റൽസ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ, ചൂടായിട്ടുണ്ടെങ്കിൽ പെറ്റൽസ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്തില്ലെങ്കിലും അത് തന്നെ ഇങ്ങനെ ഇതായിട്ട് വരും. കണ്ടോ, ഇങ്ങനെയായിരിക്കും നമുക്ക് പെറ്റൽസ് സെറ്റായിട്ട് കിട്ടുന്നുണ്ടാവുക. കണ്ടല്ലോ, ഇതാണ് ആ പെറ്റലിൻ്റെ ഷേപ്പ്. ഇനി നമുക്ക് മുട്ടാക്കി എടുക്കണമെങ്കിൽ ഈ അയൺ ബോക്സിൽ വയ്ക്കുമ്പോൾ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആവും. ആ സോഫ്റ്റ് ആവണതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഈ പെറ്റൽസൊക്കെ ഒന്ന് ഒതുക്കി ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബഡ് പോലെ ആയി കിട്ടും. കണ്ടോ, ഈ ഷേപ്പ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ല. ആ ചൂടോട് തന്നെ അയൺ ബോക്സിൽ വെച്ചെടുത്ത് അതേ ചൂടിൽ തന്നെ നമ്മളത് ചെയ്യണം. ഒരെണ്ണം കൂടെ കാണിക്കാം. ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും ഇതളുകൾ. അപ്പോൾ ആ ചൂടിൽ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഒതുക്കി പെറ്റൽസ് ഒന്ന് ഒതുക്കി പിടിച്ച് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുക. വേറെ പശയൊന്നും വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒതുക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കിതുപോലെ മുട്ടായിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ പെറ്റൽസുകളെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ രണ്ട് രീതിയിലും ഈ പെറ്റൽസിനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വിടർന്നിരിക്കുന്ന രീതിയിലും ഇതുപോലെ മുട്ടായിട്ടുള്ള രീതിയിലും പെറ്റൽസിനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ട് ഉണ്ടാക്കിയെടുക്കാം. തണ്ട് ഉണ്ടാക്കാൻ ഞാൻ ഇതുപോലെ സ്ട്രിപ്പായിട്ടാണ് തണ്ടുകൾ ഉണ്ടാക്കി വെക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിൻ്റെ നീളം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. അതുപോലെ 1 സെൻറ്റിമീറ്ററിൽ താഴെ ഇങ്ങനെ സ്ട്രിപ്പായിട്ടാണ് കട്ട് ചെയ്യുക. ഇതിലേക്ക് പശ വെച്ച് കൊടുത്ത് ഒട്ടിക്കുകയാണ് നമ്മൾ അടുത്ത് ചെയ്യണേ. അപ്പോൾ നമുക്കിതിൻ്റെ ഈ സ്ട്രിപ്പിലേക്ക് ഇങ്ങനെ പശ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ അരികത്ത് കൂടെ ഇങ്ങനെ പശ വെച്ചിട്ട് സ്ട്രിപ്പായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. കുറച്ച് ഭാഗം ഇങ്ങനെ പശ വയ്ക്കും, എന്നിട്ടിങ്ങനെ ഫോൾഡ് ചെയ്ത് ചെറിയ കംപ്ലീറ്റ്ലി രണ്ടായിട്ടല്ല, ഒരു കാൽ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കും. കണ്ടോ, ഇത്രയും ഭാഗത്തിനെയാണ് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് ഒട്ടിക്കുന്നത്. ഈ പശയ്ക്ക് കുറച്ച് ടൈം വേണം ഒട്ടിയെടുക്കാനായിട്ട്. കാരണം ഗ്ലൂ ഗൺ പോലെ പെട്ടെന്ന് അത് അങ്ങോട്ട് ഒട്ടില്ല. ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകില്ല.
പിന്നെ നമ്മൾ പശ വെച്ചിടത്തോളം ഭാഗം നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത്ര ഭാഗം മാത്രം കാണിക്കാം കേട്ടോ, ഫുൾ സ്ട്രിപ്പ് ഒട്ടിക്കാൻ നിൽക്കണില്ല. ഇത്രയും ഭാഗം ഒട്ടിക്കിട്ടി. ഇനി നമുക്ക് വീണ്ടും ഈ ഭാഗം ബാലൻസ് നമ്മൾ ഇട്ടേക്കണ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ഗ്ലൂ വെച്ച് കൊടുക്കാം. ഇവിടെ അങ്ങനെ ഗ്ലൂ വയ്ക്കാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ പിരിച്ചു കൊടുക്കുക. അതായത് കണ്ട അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ഉരുണ്ട് വരിക നമ്മുടെ തണ്ട്. നല്ലോണം ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഉരുട്ടി ഒട്ടിക്കണം കേട്ടോ. നമ്മുടെ സ്ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് പതുക്കെ ഒന്നിങ്ങനെ ഇതൊന്നും വലിഞ്ഞ് കിട്ടും. അപ്പോൾ പതുക്കെ ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഒട്ടി നമ്മുടെ അളവുകൾ, അതായത് അതിൻ്റെ ആ തിക്നെസ് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. ഒന്ന് പതുക്കെ, ഒരുപാട് വലിക്കണ്ട, കുറച്ചൊന്ന് പതുക്കെ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ ഒരു 1.25 സെൻറ്റിമീറ്റർ മതി. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തായിരിക്കും. ആ ഒരു 1.25 സെൻറ്റിമീറ്റർ കണക്കാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇങ്ങനെയാണ് നമ്മൾ തണ്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പെറ്റൽസ് ഒട്ടിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് 2 തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. സിംഗിൾ ലെയറും, സിംഗിൾ പെറ്റൽസും ഡബിൾ പെറ്റൽസും. അപ്പോൾ സിംഗിൾ പെറ്റൽസ് ആണെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഒരു പെറ്റലിനെ ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ബഡായിട്ടുള്ളത് വേണമെങ്കിൽ അത്, അതല്ല ഈ ഫ്ലവർ വിരിഞ്ഞ ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ സിംഗിൾ പെറ്റലാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ 5 പെറ്റൽ ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കാണാം. സിംഗിൾ പെറ്റലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു തണ്ടിനെ ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് സിംഗിൾ പെറ്റലിൻ്റെ ഫ്ലവർ ആയി. ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ ഒരു പെറ്റൽ തണ്ട് അത് മെൽക്കി പശ വെച്ച് പിടിക്കണത് വരെ. ഇനി ഡബിൾ പെറ്റലിൻ്റെ ആണെങ്കിൽ ഇതാ ഇതുപോലെ വിരിഞ്ഞ ഒരു പെറ്റൽ എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഗ്ലൂ, ഈ സെൻറ്ററിൽ ഈ പോർഷനിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഒരു ബഡ്, ഈ മുട്ട് പോലെ നമ്മൾ ഉണ്ടാക്കിയല്ലോ, അതിനെ വെച്ച് കൊടുക്കുക. കേട്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതിങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തണ്ട് ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ അത് ഈ പെറ്റൽസും ഒന്നൊട്ടി ബലമായിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കാണിക്കുന്നതാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തു ബാക്ക് സൈഡിൽ നമ്മുടെ തണ്ടിനെ വെച്ച് കൊടുക്കുക. കണ്ടോ, അപ്പം നമ്മുടെ ഫ്ലവർ സെറ്റായി. ഇതുപോലെയാണ് നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഉണ്ടാക്കി എടുത്തേക്കണത് കേട്ടോ. നമ്മുടെ ഫ്ലവർ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയായിരിക്കും ഇരിക്കേണ്ടാവുക കേട്ടോ നമ്മുടെ ഫ്ലവർ. ഇതുപോലെ നമ്മൾ നമ്മുടെ എല്ലാ ഫ്ലവേഴ്സിനെയും ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണത്. കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടമുല്ല അല്ലെങ്കിൽ കട്ടമുല്ല. നമ്മുടെ അവിടെ കട്ടമുല്ല എന്നൊക്കെ പറയാം, ഉണ്ടമുല്ല കട്ടമുല്ല എന്നൊക്കെ പറയാം. എല്ലായിടത്തും ഇങ്ങനെയാണോ പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി മുല്ലപ്പൂ ആണെങ്കിൽ സിംഗിൾ ഇതിലുള്ള മുല്ലയാണെങ്കിൽ ഇതുപോലെ
ഉണ്ടാക്കിയെടുക്കാം. ഒറ്റ പെറ്റൽ ഈ ഒരൊറ്റ പൂവിലേക്ക് തണ്ടൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.